എൻ- നമസ്കാരം സർ. സാറിന്റെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ റേക്കി എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അരോഗാവസ്ഥ മാത്രമല്ല ആരോഗ്യം. ഇപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ, അതല്ല ആരോഗ്യം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലായ്ക മാത്രമല്ലാതെ നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥ. എൻ്റെ ഫുൾ പൊട്ടൻഷ്യലോടുകൂടി എൻ്റെ സാധ്യതകൾ, എൻ്റെ കുറവുകളുണ്ട്, കുറവുകൾ, ലിമിറ്റേഷൻസ്, സാധ്യതകൾ, ഇതെല്ലാമായിട്ട് ഞാൻ ഇരിക്കുന്ന അവസ്ഥയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. സ്വാസ്ഥ്യം ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. അപ്പം അതിന് റേക്കി എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, റേക്കി ഈ സ്വാസ്ഥ്യത്തിലേക്ക് തന്നെയാണ് ഈ പറഞ്ഞ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ ആ പ്രക്രിയയിലൂടെ, അതായത് നമ്മുടെ നാഡീശുദ്ധി വഴി, ചക്ര ബാലൻസ് വഴി, ചക്ര റൊട്ടേഷൻ്റെ ബാലൻസ് വഴി, എൻഡോക്രൈനലായിട്ടുള്ള ബാലൻസ്ഡ് ആക്ടിവിറ്റി വഴി സ്വാസ്ഥ്യത്തിലെത്തുന്നു. അങ്ങനെയാണ് റേക്കി അതായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ സ്വാസ്ഥ്യത്തിലിരിക്കുമ്പോൾ റേക്കി ഒരു പടി കൂടെ മുമ്പോട്ട് പോയിട്ട് ഒരു ബോധത്തിലേക്ക്, ഒരു ആനന്ദാവസ്ഥയിലേക്ക്, ഒരു സ്വബോധത്തിലേക്ക് നമ്മളെ വളർത്തും. കാരണം നമുക്ക് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ്നസ് ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു നദിയിലൂടെ, നദി സൈലൻ്റ് ആണെന്ന് നോക്കുക, പക്ഷേ അത് ഫ്ലോയിങ് ആണ്. അപ്പോൾ അതിലൂടെ പൂക്കൾ പോകുന്നുണ്ട്, മറ്റു പലതും പോകുന്നുണ്ട്, ചത്ത മൃഗങ്ങൾ പോകുന്നുണ്ട്. അതുപോലെയാണ് മൈൻഡ് പൂൾ എന്ന് പറയുന്നത്. പലതും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രമകരമായി പലരുടെയും ചോദ്യം ഇതാണ്: സാറേ, ഞങ്ങൾ അറ്റ്യൂൺമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹീലിംഗ് പൊസിഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തോട്ട്സ് വരുന്നു, കോൺസെൻട്രേഷൻ പോകുന്നു, അങ്ങനെയൊക്കെ പറയുന്നവരാണ് കൂടുതലും. പക്ഷേ ഇത് ചില ബേസിക് ആയിട്ടുള്ള തെറ്റിദ്ധാരണകളിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ ഒരിക്കലും എന്തെങ്കിലും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ജീവിതത്തെ നിഷേധിക്കാനോ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് വളച്ചൊടിച്ച് ഇങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള, ഇങ്ങനെ ആമയെപ്പോലെ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എന്തോ കൈവല്യം കിട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞത് കം ടു ദ സെൻസസ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വരിക, ടോട്ടലായിട്ട് ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക. അതിനുള്ളതാണ് ജീവിതം. ആ ജീവിത ആസ്വാദനത്തിലൂടെ വളർന്നു വരുന്ന ഒരു ബോധമുണ്ട്. അതിൽ നിന്ന് പലപ്പോഴും നമുക്കുണ്ടായി വരുന്ന ചില അർത്ഥശൂന്യതകളുണ്ട്. ഇപ്പം എല്ലാ ദിവസവും പായസം കുടിക്കുന്ന ഒരാൾ കുറച്ച് നാൾ കുടിച്ചു കഴിയുമ്പോൾ എന്താ ഇത് കാര്യമിരിക്കും. അതാണ് ശരിയായിട്ടുള്ള ഒരു റിനൗൺസിയേഷനിലേക്ക്, അല്ലെ റിനൗൺസിയേഷനിലല്ലേ സന്യാസം എന്ന് പറയുന്നത് എസെൻഷ്യലായിട്ട് മോക്ഷത്തിലോട്ട് നയിച്ചോണമെന്നില്ല. മോക്ഷം കിട്ടിയാലുള്ള സന്യാസി ആയിക്കോണമെന്നില്ല. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണ് ഇത് സ്വാസ്ഥ്യം എന്ന് പറയുന്ന അവസ്ഥ തരുന്നത്. അപ്പോൾ അതാണ് ഒരു കാരണം ഞാൻ റേക്കിയിലേക്ക് വരാൻ കാരണം. അതുതന്നെയാണ് എൻ്റെ ഈ സഫാരി ഷൂട്ടിലെ സന്യാസി അല്ലെങ്കിൽ റിനൗൺസിയേഷൻ എന്ന് പറയുന്ന ആശയങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് റേക്കി എന്ന വിദ്യ. അത് മതവുമല്ല, ജാതിയില്ല, ഇതിന് ആർക്കും പഠിക്കാം. അങ്ങനെ വന്നപ്പോൾ എനിക്കത് കൂടുതൽ എന്നെ വെൽക്കം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അതിൽ ഉറച്ചു നിന്നത്. എനിക്ക് റേക്കി ഹീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം സാറിന് ഇവിടെ വെച്ചിട്ട് എന്നെ ഒന്ന് ഹീൽ ചെയ്യാൻ പറ്റുമോ? പലതരത്തിലുള്ള ഹീലിംഗ് ഉണ്ട്. ഇപ്പോൾ റേക്കി ഒരു ടച്ച് തെറാപ്പിയാണ്, തൊട്ടുകൊണ്ടുള്ള ഒരു തെറാപ്പിയാണ്. അതിൻ്റെ അറ്റ്യൂൺമെൻറ്റിലും നമ്മൾ ഷോൾഡേഴ്സിലും ഹെഡിലും ഹാൻഡ്സിലും നമ്മൾ തൊട്ടുകൊണ്ടാണ്. അത് തൊടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്നാമത് റേക്കി അറ്റ്യൂൺമെൻറ്റിൽ നമ്മൾ ഈ ഷോൾഡർ അറിയാമല്ലോ. ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ പുതിയൊരു കുറേ നാളായിട്ട് കാണാതിരുന്ന ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഷോൾഡറിൽ ഇങ്ങനെ തട്ടി. അപ്പോൾ ഇത് വലിയ ഇതുണ്ട്. ഇപ്പോൾ റേക്കിയുടെ ഒരു പ്രാഗ് രൂപം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പറയാം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു കൊച്ചു കുട്ടിയുണ്ട്, 3 വയസ്സ് അല്ലെങ്കിൽ 2.5 വയസ്സ്. ആ കുട്ടി ഇങ്ങനെ നടന്നു ഒന്ന് വീണു. അപ്പോൾ ഈ അമ്മ എന്താ ചെയ്യുന്നത്? എടുത്തിട്ട് ഇങ്ങനെ 2 കൊട്ട് കൊട്ടും. അത് റേക്കിയുടെ പ്രാഗ് രൂപമാണ്. കാരണം ആ ടച്ചിങ്ങിൽ ദർ ഇസ് എൻ എനർജി. റേക്കി പഠിക്കാത്ത അമ്മയത്, പക്ഷേ ആ ടച്ചിങ്ങിൽ ദർ ഇസ് എൻ എനർജി, ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ. ഈ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ.
ഇപ്പം നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വി എക്സ്ചേഞ്ച് എനർജി, സർട്ടൻ തിങ്സ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ എല്ലാം ബേസിക്കലി എനർജിയാണ്, എല്ലാം എനർജിയാണ്. അപ്പോൾ കൈ ഇങ്ങനെന്ന് വെച്ചാൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെ പറയണേ. എന്താ ഫീൽ ചെയ്യുന്നത്? വെയിറ്റ് പോലെ. വെയിറ്റ്. ഓക്കെ, വെയിറ്റ് തന്നെയാണ് ഫീൽ ചെയ്തല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇത് തൊടാതുള്ള കുറച്ച് ഡിസ്റ്റൻറ്റിൽ നിന്നുകൊണ്ടുള്ള ഹീലിംഗ് ആണ്. പക്ഷേ ഇത് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് അല്ല, കാരണം പ്രോക്സിമിറ്റി ഹീലിംഗ് തന്നെയാണ്. കാരണം യുവർ സിറ്റിംഗ് നിയർ, എനിക്ക് വളരെ അടുത്ത് തന്നെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ദൂരെയുള്ള ഒരാൾക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു സിമ്പിളുണ്ട്. ആ സിമ്പിൾ കൊടുത്ത് നമ്മളിത് ചെയ്യുമ്പോൾ, ഇപ്പം വിസ്മയ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ആവശ്യപ്പെടുക, സാറേ എന്നെ ഒന്ന് ഹീൽ ചെയ്യണം. എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റും, കാരണം അതൊരു ഡിസ്റ്റൻസ് സിമ്പിൾ കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ കണ്ട് നമുക്ക് ഓർമ്മയുള്ള ആൾക്കാരാണെങ്കിൽ രൂപം ഓർത്തിട്ടോ അല്ലെ ഫോട്ടോ, ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിലേക്ക് അത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്, കാരണം എനർജി ട്രാവൽസ് ഇൻ ക്വാണ്ടം, അതായത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു തിയറിയാണത്. ടൈം ആൻഡ് സ്പേസ് ഇല്ല. നമ്മളിവിടുന്ന് ഇൻറ്റൻറ്റ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് റേക്കിൽ ഇൻറ്റൻഷൻ വളരെ പ്രധാനമാണ്, ഇമാജിനേഷൻ പ്രധാനമാണ്, വിഷ്വലൈസേഷൻ പ്രധാനമാണ്. അപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആ പ്രോസസ്സിലാണ് റേക്കി പോകുന്നത്. പിന്നെ അങ്ങനെ അങ്ങനെ അതാണ് റേക്കിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ കൈക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത് എന്താ, വാട്ട് ഈസ് എ മെൻ്റൽ ഫീലിംഗ്, മനസ്സിലെന്തോ തോന്നുന്നു? ഒരു പീസ്ഫുൾനെസ്. ഒരു പീസ്ഫുൾനെസ്. അതാണ്. സാർ എങ്ങനെയാണ് പ്രാക്ടിക്കലി ഈ റേക്കി ഹീലിംഗ് ചെയ്യുന്നത്? ഇപ്പം എന്നെ ടച്ച് ചെയ്തുകൊണ്ട് സാറിന് എന്നെ ഹീൽ ചെയ്യാൻ പറ്റത്തില്ലേ? അത് എനിക്കൊന്ന് കാണിക്കാവോ? ഇത് ഹീലിങ്ങും അറ്റ്യൂൺമെൻറ്റും രണ്ടും രണ്ടാണ്. അങ്ങനെ ഹീലിംഗ് അല്ല, അറ്റ്യൂൺമെൻറ്റിൽ നമ്മൾ ഷോൾഡേഴ്സ്, ഹെഡ്, പിന്നെ അറ്റ്യൂൺമെൻറ്റിൽ കൈ ഇങ്ങനെ ആയിരിക്കും. ഈ കൈ ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഇൻ യാങ് എനർജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റേ മറ്റേതുണ്ടല്ലോ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ ആ എനർജിയുടെ ഫ്ലോ. ഇപ്പോൾ സുഷുമ്ന, ഇട, പിംഗള, ഈ 3 നാഡികളാണ്. അപ്പോൾ ഇതിലൂടെ ഈ എനർജി ഫ്ലോ പ്രോപ്പറായിട്ട് പോകാനാണ് നമ്മൾ കൈകൾ ഇങ്ങനെ പിടിക്കുന്നത്. കൈകൾ ഇങ്ങനെ ഒന്ന് പിടിച്ച്, അപ്പോൾ അറ്റ്യൂൺമെൻറ്റിൽ നമ്മൾ ഇവിടെ തൊടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റാപ്പോർട്ട്, ആ ഒരു സൗഹൃദം ക്ലയൻറ്റുമായിട്ട് ഉണ്ടാക്കാൻ. പിന്നെ ഇങ്ങനെ ഇത് ചില കാര്യങ്ങളുണ്ട്, ചില സിംബൽസ്, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടിട്ട്, ഇങ്ങനെ തൊടുമ്പോൾ നല്ല ഹീലിംഗ് എഫക്റ്റും ഉണ്ടാവും. ഇപ്പം തന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചാൽ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു എന്നുള്ളത് പറയണേ. ഓക്കെ, എന്തായിരുന്നു ഒരു ഫീലിംഗ്? എനർജി ഇങ്ങനെ പാസ് ചെയ്യുന്ന, പിന്നെ ഇവിടെ എന്റെ നെറ്റിൽ ഇവിടെ ഇങ്ങനെ ഒരു തണുപ്പ് കണക്കൊക്കെ തോന്നിയായിരുന്നു. ഇവിടെ നമ്മുടെ ആജ്ഞാചക്രത്തിൻ്റെ അവിടെ ഞാൻ എനർജി പാസ് ചെയ്യുന്ന പോലെ എനർജി പാസ് ചെയ്യുന്നു. അപ്പോൾ തലേ തൊട്ടപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? എനിക്കിങ്ങനെ എനർജി ഇങ്ങനെ പാസ് ചെയ്യുന്ന കണക്ക്, പിന്നെ ഈ നെറ്റിയുടെ ഇവിടെ എനിക്ക് തണുപ്പും ഇങ്ങനെ ഭയങ്കര പോസിറ്റീവ് ഫീൽ ആയിരുന്നു. പോസിറ്റീവ് ഫീലായിരുന്നു. അപ്പോൾ ഇതാണ് റേക്കിയിൽ നമ്മൾ. പിന്നെ ഇത് ഹീലിംഗ് വരുമ്പോൾ, ഇതിപ്പോൾ ഹീലിംഗ് അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുന്ന അറ്റ്യൂൺമെൻ്റ് ഉണ്ട്. അത് ശരിക്കുള്ള റെഗുലറായിട്ടുള്ള 1, 2, 3A, 3B അറ്റ്യൂൺമെൻ്റ് അല്ല. അതിലും ഈ എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ ഇതോടെ കൊണ്ട് ഇത് തീരുന്നില്ല. പിന്നെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യൂഷ്വലി റിക്ലൈനറോ അല്ലെങ്കിൽ ഇതുപോലൊരു കസേരയോ ഇരുന്നിട്ട് നമ്മളെല്ലാ പോയിൻറ്റ്സും ഹീൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ തേർഡ് ഐ ആണെങ്കിൽ തേർഡ് ഐ, വിശുദ്ധി, അനാഹതം, സോളാർ പ്ലക്സസ്, ഹാര, റൂട്ട് ചക്ര, നീസ് എല്ലാം നമ്മൾ ഹീൽ ചെയ്യുന്നതാണ് എൻ്റെ റെഗുലറായിട്ടുള്ള ഹീലിംഗ് എന്ന് പറയുന്നത്.
പിന്നെ പലതരത്തിലുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരുള്ള സ്ഥലത്ത്, ഇപ്പോൾ കൂടുതൽ റേക്കി മാസ്റ്റേഴ്സും റേക്കി ഹീലേഴ്സും ഉള്ള സെൻറ്റേഴ്സിൽ ഇപ്പോൾ റിക്ലൈനറെ കിടന്നിട്ട് പലതരത്തിൽ, ഇപ്പോൾ ഓരോരുത്തരും ഓരോ ചക്രാസിൽ രണ്ടോ മൂന്നോ നാലോ പേര് കൈവച്ചത്, അത് ഫാസ്റ്റർ എഫക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഹീലിങ്ങിൻ്റെ രീതി. പിന്നെ ഞാൻ പേഴ്സണലി പറഞ്ഞ പോലെ എനിക്ക് ഹീലിങ്ങിനേക്കാളും ക്ലാസ് എടുത്ത് അറ്റ്യൂൺ ചെയ്യുന്നതാണ്. അതിപ്പോൾ ഒരു വിസ്മയ്ക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ അറ്റ്യൂൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഈ തല കൈ വെക്കുന്നത്. അപ്പോൾ തന്നെ യു ഫെൽറ്റ് അല്ലേ, ആ ഒരു എനർജി പാസേജും ഇവിടെ ഒരു കൂൾനെസ്, ആ കൂൾനെസ് ഫീൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ കൈ വെക്കുമ്പോൾ സാധാരണഗതിക്ക് എൻ്റെ ഇൻറ്റ്യൂട്ടീവായിട്ട് എനിക്ക് കിട്ടാറുണ്ട് അതെന്താണ് പ്രശ്നം, എന്താണ് ഏതുമായിട്ടാണ് കണക്ഷൻ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ കാര്യത്തിൽ സാറിന് എങ്ങനെ മനസ്സിലായിരുന്നു? എനിക്ക് ഇപ്പം അത് ഇതൊക്കെ അപ്പോൾ അത് എനിക്ക് തോന്നി വിസ്മയ്ക്ക് ഇങ്ങനെ കാര്യമായൊരു പ്രശ്നമുള്ള ആളല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പെട്ടെന്ന് കാണിച്ചേനത്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നേനെ. പിന്നെ എന്തൊക്കെയോ ചില ഇതുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. കുറച്ച് നേരം കൂടെ നമ്മൾ ആ അറ്റ്യൂൺമെൻറ്റ് പ്രോസസ്സിലോട്ട് കിടക്കുമ്പോൾ വരുന്ന ആ ഒരു ഇതാണത് വരുന്നത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഹീലിങ്ങിൻ്റെ രീതി. കാരണം നമ്മൾ സഹസ്രാരത്തിൽ തുടങ്ങി ആജ്ഞാചക്ര അങ്ങനെ സ്ലോലി. പിന്നെ ഇതിൽ ചക്ര മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്. അത് ഞാൻ സാധാരണ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സഹസ്രാരത്തിൽ നിന്ന് പിന്നെ എനർജി ആയിട്ടുള്ള ലൈറ്റ് ഇങ്ങനെ താഴേക്ക് വന്ന് റൂട്ട് ചക്രയിലെത്തി, റൂട്ട് ചക്രയിൽ നിന്ന് വീണ്ടും അത് മുകളിലോട്ട് കയറി സഹസ്രാര ചക്രത്തിൽ. പിന്നെ ഓരോ ചക്രാസിനും ഓരോ കളേഴ്സുണ്ട്. ആ കളർ വിഷ്വലൈസ് ചെയ്തിട്ടാണ് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇപ്പൊ സാറിനിപ്പോ എന്നെ നോക്കിയപ്പോ തന്നെ എന്റെ ഏതെങ്കിലും ചക്രയിൽ ബ്ലോക്ക് ഉള്ളതായിട്ട് തോന്നിയായിരുന്നു? ഞാൻ അങ്ങനെ നോക്കിയില്ല, ആ ഒരു ഇതിൽ നോക്കിയില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ എന്തുകൊണ്ട് വൈ ദിസ് ലൈറ്റ് അല്ലെ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ തന്നെ ഇത്രയും ലൈറ്റ് ഉണ്ട്. നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ലൈറ്റ് മാത്രമാണ്. ഈ ലൈറ്റ് ഇരുട്ടിനെ നശിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആ ലൈറ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് കിൽസ് മെനി നെഗറ്റിവിറ്റീസ്. നമ്മൾ ലൈറ്റ് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നശിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ ചക്രാസിനും ഓരോ കളേഴ്സ്, ഓരോ ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ പല നെഗറ്റിവിറ്റീസും നമ്മുടെ നെർവ്സിൽ നിന്നും ചക്രാസിൽ നിന്നും നശിച്ചു പോകുന്നു. കാരണം പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിയാണ്. കാരണം അഗ്നി ഒരു കാര്യത്തെ കളഞ്ഞു കഴിഞ്ഞാൽ, കത്തിച്ച് കളഞ്ഞാൽ പിന്നെ ഒന്നുമില്ലുള്ളൂ, കംപ്ലീറ്റ് പോകും. ഇപ്പം വെള്ളം എന്ന് പറഞ്ഞാൽ അത് ഒഴിച്ച് കഴുകി പിന്നെ ആ ചെളിവെള്ളം അവിടെ കിടക്കും. മറ്റുള്ളതെല്ലാം അങ്ങനെയാണ്. പൃഥ്വി മണ്ണാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു, എന്തെങ്കിലും കുറേ പ്ലാസ്റ്റിക്കോ അല്ല എന്തെങ്കിലും ഇട്ടു, അത് അവിടെ കിടക്കും. അങ്ങനെ അതാണ് പഞ്ചഭൂതം ഉള്ളതിൽ ഏറ്റവും നല്ലത് അഗ്നിയാണെന്ന് പറയാൻ. അഗ്നിമീളേ പുരോഹിതം എന്നല്ലേ, അതായത് അതിന് ഒരു പുരോഹിതൻ്റെ സ്ഥാനമാണ് അഗ്നിക്കുള്ള ഒരു പ്രധാന സ്ഥാനീയത അഗ്നിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കളർ വിഷ്വലൈസ് ചെയ്ത് ചക്ര മെഡിറ്റേഷനിൽ ഇങ്ങനെ വന്നു. പിന്നെ ശരീരം മുഴുവൻ കളർ, ഒരു ഹോളോ സിലിണ്ടറിൽ വെളിച്ചം, അങ്ങനെ മെഡിറ്റേഷൻ ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ളിലെ വിഷമങ്ങളും ആന്തരികാവയവങ്ങളുടെ പ്രശ്നങ്ങളും ചക്രാസിൻ്റെ പ്രശ്നങ്ങളും നീങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഓക്കെ. അതാണ് ഹെൽത്ത്. മുമ്പേ വിസ്മയ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെയാണത്. എന്താണ് ഈ ഹെൽത്ത്, അല്ലെ എന്താണ് ഇത്? ഒരു നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നൊരവസ്ഥയൊന്നുമില്ല. കാരണം നെഗറ്റിവിറ്റി പ്രപഞ്ചത്തിലുണ്ട്, നമ്മളിലുണ്ട്. അപ്പോൾ ആ ബാലൻസിന് ആവശ്യമാണ്. പക്ഷേ ആ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും മനസ്സിലാക്കി അവെയറായി അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് സാധ്യമാണ്. അതാണ് സ്വാസ്ഥ്യം, അതാണ് ആവശ്യവും. സാർ, ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരില്ലേ, അതായത് നമ്മൾ ന്യൂജൻ പിള്ളേരാന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ അവർക്കത് രാഷ്ട്രീയം പോലും ഇല്ലാത്ത പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. ഇവരെയൊക്കെ ഇങ്ങനെ സ്പിരിച്വാലിറ്റിയിലോട്ട് എങ്ങനെ കൊണ്ടുവരാം? ഇപ്പൊ അതൊക്കെ നമ്മളിപ്പോ റേക്കി ആണെങ്കിൽ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിനെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. കാരണം ഇപ്പൊ എല്ലാവർക്കും ഡിപ്രഷനും ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ലഹരിയുടെ ഉപയോഗം അത് ഭയങ്കര കൂടുതലാണ്. പണ്ടത്തെ കണക്കല്ല. പണ്ട് കള്ളിലാണ് തുടങ്ങിയെങ്കിൽ ഇപ്പം MDMA വരെയൊക്കെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ പിള്ളേരെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് റേക്കി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? അല്ല, നമുക്ക് ലോകത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദ്രവം എന്താണെന്ന് വെച്ചാൽ ഉപദേശിക്കുക എന്നുള്ളതാണ്. ഉപദേശം കൊണ്ട് ആരും ശരിയാവില്ല. പക്ഷേ പണ്ടെനിക്ക് ഇപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നേരിട്ട് കണ്ടതല്ല. ചിന്മയാനന്ദ സ്വാമിജി ഒരിക്കൽ മഹാരാജ്, അദ്ദേഹം അവിടെ പഠിച്ചിട്ടുണ്ട്, MA പഠിച്ചിട്ടുണ്ട്. അപ്പോൾ
അദ്ദേഹത്തെ കോളേജിലോട്ട് വിളിച്ചിട്ട് പിള്ളേരുടെ ഒരു അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അങ്ങോട്ട് വന്നു, കാറിൽ ചെന്ന് കൊണ്ടുവന്നു. അദ്ദേഹം ഇങ്ങോട്ട് കയറി വന്നു. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ആദ്യം പറഞ്ഞത്, ഈ ജനലുകളൊക്കെ സ്വാഭാവികമുള്ള ഒരു കോളേജാകുമ്പോൾ, മഹാരാജ് കോളേജ് പോലൊരു കോളേജാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില്ലുകളൊക്കെ ഇങ്ങനെ പൊട്ടിയ ജനലുകളും അതും ഇതൊക്കെ ചെളിയുന്നത്. സ്വാമിജി ആദ്യം പറഞ്ഞത്, ഐ കൺഗ്രാജുലേറ്റ് യു, കൺഗ്രാജുലേഷൻസ് ടു മൈ യങ് ഫ്രണ്ട്സ്. എൻ്റെ കുട്ടികളായ സുഹൃത്തുക്കൾക്ക് അഭിനന്ദനങ്ങൾ. കാരണം ഈ ബ്രോക്കൺ വിൻഡോസും അല്ലെ ഇവിടുത്തെ ചെളിയും കല്ലുകളും ഒക്കെ കാണിക്കുന്നത്, ഇറ്റ് ഷോസ് യുവർ എനർജി, നിങ്ങളുടെ ഊർജത്തെയാണത് കാണിക്കുന്നത്. ലെറ്റ് us ചാനലൈസ്. അപ്പം അത്തരത്തിലുള്ളൊരു അപ്രോച്ച് ഉണ്ടായ, ഞാൻ സ്വാമിജിയുടെ കാര്യം പറഞ്ഞത് അദ്ദേഹം എൻ്റെ സ്വാമിജി, എനിക്ക് ഇഷ്ടപ്പെട്ട സ്വാമിജി ആയതുകൊണ്ട് മാത്രമല്ല, അത്തരത്തിലൊരു സമീപനം ഉയർന്ന തലത്തിൽ നിന്നുണ്ടാവുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. ഈ പറഞ്ഞത് ശരിയാണ്. യുവതലമുറയെ കൊച്ചിയിലോട്ട് വന്നാൽ വളരെ ഇതായിട്ട് കാണാൻ പറ്റും. യുവതലമുറ അവർ കഴിയുന്ന പബ്സ്, ബാർസ്, അങ്ങനെ കൾച്ചർ തന്നെ മാറിപ്പോയി. പലരുടെയും കൾച്ചർ തന്നെ മാറി. ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്, അത് ഇത് അങ്ങനെ പലതരത്തിലുള്ളത്. അപ്പോൾ ഇവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ശക്തിയാണ് റെയ്ക്കി എന്നുള്ള തിരിച്ചറിവിലേക്ക് സമൂഹവും ലോകവും, എനിക്ക് തോന്നുന്നു മെഡിക്കൽ പ്രൊഫഷൻ, എൻറ്റയർ മെഡിക്കൽ പ്രൊഫഷൻ ഷുഡ് ഗ്രോ ടു ദാറ്റ് അവയർനെസ്. അങ്ങനെ വരുമ്പോൾ ഒരു മാറ്റത്തിനുള്ള സാധ്യത അവിടെ തെളിഞ്ഞു വരും എന്നാണ് തോന്നുന്നത്. കാരണം റെയ്ക്കിയിൽ ഇപ്പോൾ തന്നെ നമ്മൾ പറയുമല്ലോ, ഹാപ്പി ഹോർമോൺസ്, ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് ഉദ്ദീപിപ്പിക്കാനുള്ള സാധ്യതയാണ് റെയ്ക്കി. ഇപ്പോൾ റെയ്ക്കി ഒരു മെഡിറ്റേറ്റീവ് തെറാപ്പി ആയതുകൊണ്ട് അത് ചെയ്യുമ്പോൾ വി ആർ നാച്ചുറലി ഹാപ്പി. നാച്ചുറലി ഹാപ്പി, വി ആർ നാച്ചുറൽ ഹാപ്പിനെസ് ആണ് സക്സസ് ഇൻ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഈ പൈസയും കൊടുത്ത് മെഡിക്കൽ ഷോപ്പിൽ ഒന്ന് ക്യൂ നിന്ന് ഇടിയും ചെന്ന് നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ്, ഇറ്റ്സ് യുവർ ഹാപ്പിനെസ്. നമ്മുടെ കയ്യിൽ തന്നെ ഈ ചെയ്യുന്ന പൊസിഷനിലൂടെ ഇഫ് യു ഗെറ്റ് ബ്ലിസ്, ഇഫ് യു ഗെറ്റ് ഹെൽത്ത്, then why should I waste money? അപ്പോൾ അത്തരത്തിലുള്ളൊരു തിങ്കിങ്, അത്തരത്തിലുള്ളൊരു ഇതുണ്ടാവാൻ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല മാസ്റ്റേഴ്സിനോട് അത് പറയാറുണ്ട്. എൻ്റെ അടുത്ത് മാസ്റ്റർ ഡിഗ്രി വരുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്താറില്ല. മാസ്റ്റർ ഡിഗ്രി പഠിക്കാം, കാരണം കൂടുതൽ മാസ്റ്റേഴ്സ് ഉണ്ടാവട്ടെ. അപ്പം അങ്ങനെ കൂടുതൽ സ്പ്രെഡ് ചെയ്യട്ടെ. അങ്ങനെ വരുമ്പോൾ യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ, വരുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് സാറിന്റെ സ്റ്റുഡൻസ് ആയിട്ട് ഇങ്ങനെ ചെറിയ പിള്ളേരൊക്കെ വരുന്നുണ്ടോ? ഉണ്ട്. അതല്ലേ 21 വയസ്സ്, 10. എനിക്കൊന്ന് ഒരു ഫോറിൻ ലേഡി, അവരൊരു ഫ്രഞ്ച് ലേഡി ആയിരുന്നു. അവർ ഇവിടെ പഠിക്കാനായിട്ട് വന്നു, എന്തോ കോഴ്സിനും വന്നു. അവർക്ക് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊന്ന് പഠിച്ചു. അപ്പം അങ്ങനെ യങ്സ്റ്റേഴ്സ് കടന്നു വരുന്നുണ്ട് ഈ മേഖലയിലേക്ക്. പക്ഷേ അത് നമ്മൾ കൂടുതൽ ദിശാബോധത്തോടെ അവരെ ഉപദേശിക്കാൻ പോകരുത്. ആരും ഉപദേശിക്കരുത്. only show the way. If you want to walk, you can walk. Sometimes you may be alone. That's not our concern. അപ്പം അങ്ങനൊരു അപ്രോച്ച് രീതി ഉണ്ടായാൽ അത് മുതിർന്നവർ തന്നെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ പിന്നെ ഇന്നലെയാണെന്ന് തോന്നുന്നു ആരോ, അതെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ്, ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഒരു അഡ്വക്കേറ്റാണ്, ഒരു ലേഡിയാണ്. അവരുടെ മകള് ടീനേജായി, അതും +2 ആയി, പറയുന്നൊന്നും കേൾക്കുന്നില്ല, നിങ്ങൾക്കൊന്നും വിവരമില്ല, ഞങ്ങൾ പറയുന്നതാണ് കാര്യം എന്നാണ് ഇവരുടെ ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യുമെന്ന് ഒറ്റ വാക്കി പറയാൻ പാടാണ്. അപ്പോൾ ഇത് വളരെ ടാക്ട്ഫുള്ളി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പം നമ്മൾ തന്നെ, ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഇരുന്ന് റേക്കി ചെയ്യുന്നു, അല്ലെങ്കിൽ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ വിളക്ക് കത്തിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ നാച്ചുറലി ഇവർ ഏതെങ്കിലും സ്റ്റേജിൽ എന്തോ കാര്യം കാണില്ല. അത് പിന്നെ ഏതെങ്കിലും സമയത്തായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു കംഫർട്ട്, റാദർ ദാൻ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്സോ കിട്ടുമ്പോൾ ദർ ഇസ് സംതിങ് ഇൻ ഇറ്റ് എന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ് ഇത് നാച്ചുറലി വരേണ്ടത്. അല്ലാതെ ഒരാളെ അടിച്ചോ പിടിച്ചോ വഴക്ക് പറഞ്ഞോ പിടിച്ച് ജയിലിലിട്ടോ ഇടിച്ചോ ഒന്നും അല്ല ഇത് ചെയ്യേണ്ടത്. അപ്പം അങ്ങനത്തെ നാച്ചുറൽ പ്രോസസ്സിലേക്ക് വരാൻ മുതിർന്നവർ ശ്രമിക്കുമ്പോൾ നാച്ചുറൽ. പിന്നെ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാനുണ്ട്. കാരണം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ കുട്ടികൾ, ഈ പെൺകുട്ടികൾ കൂടുതൽ കൊച്ചിയിലോട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം അതൊരു നല്ല പ്രവണതയാണ്. കാരണം ദേ വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് സം
ക്ലച്ചസ്, എന്താ പറയുക, സം കണ്ടീഷനിങ്സ്, സം പ്രോഗ്രാമിങ്സ്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് അവരങ്ങനെ വരുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതായത് ഓൾഡ് ജനറേഷൻ, ഇപ്പോൾ എൻ്റെ ജനറേഷനിൽ പെട്ട, എൻ്റെ വിശ്വയുടെ കാര്യമല്ല പറയുന്നത്, ആ ജനറേഷനിൽ പെട്ടവർ ചിന്തിക്കണം എന്തുകൊണ്ട് അവരങ്ങനെ വരുന്നു. അപ്പോൾ ഇത് ഈസ് സംതിങ് റോങ് ഇൻ അവർ. ഞാൻ പറയും, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ സംതിങ് സൂപ്പർ, സംതിങ്, ചില പറയും സാച്ചുറേറ്റഡ് എന്നൊക്കെ പറയും. അങ്ങനെ സൂപ്പർബായിട്ടൊരു കൾച്ചറും ഇല്ല. എല്ലാ കൾച്ചറിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ UG കൃഷ്ണമൂർത്തി ചോദിക്കുന്ന പോലെ ഈ കൾച്ചർ ഇന്ത്യയെ എങ്ങനെ രക്ഷിച്ചു, ഇന്ത്യ എന്ത് രക്ഷിച്ചു, എങ്ങനെ രക്ഷിച്ചു? അപ്പം നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത അവകാശവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കാര്യമൊന്നുമില്ല. വേണ്ടതായ മാറ്റങ്ങൾ അതാത് കാലഘട്ടത്തിൽ വരും. അത് അങ്ങനെ വന്നവരാണ് ശ്രീനാരായണ ഗുരുവും ചിന്മയാനന്ദ സ്വാമിജിയും വിവേകാനന്ദ സ്വാമിജിയും, അങ്ങനെ വന്നവരാണ്. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റുള്ളൂ. അതൊരു സോഷ്യൽ റെലവൻസ് ആയിട്ട് വിസ്മയ മുമ്പേ ചോദിച്ച ആ സോഷ്യൽ റെലവൻസിൻ്റെ, സാമൂഹിക പ്രസക്തിയുടെ ഒരു വശം കൂടെ അതിനുണ്ട്. അങ്ങനെയാണ് റേക്കി റെലവൻ്റ് പ്രസക്തമാവും. സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ റേക്കി എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റീനെക്കാളും കൂടുതൽ നമ്മുടെ വെൽബീയിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവം. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും, അവർക്കും ഇതൊക്കെ ഒരു യൂസ്ഫുൾനെസ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത്രയും നേരം ഞങ്ങളോട് ഉണ്ടായിരുന്നു സാറ്. സമയം ഒത്തിരിയായി വന്നിട്ട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, ഇത്രയും അറിവ് പറഞ്ഞു തന്നതിന്. താങ്ക് യു വെരി മച്ച്. നന്ദി.